കണ്ണൂരിൽ മാഫിയ സംഘങ്ങളുമായി എം.വി. ഗോവിന്ദന് ഉന്നതതല ബന്ധമുണ്ട് എന്ന് ആരോപിച്ചത് പൊതുപ്രവർത്തകനായ മാധ്യമ നിരീക്ഷകനായ ശക്തിധരനാണ്. അദ്ദേഹം കൃത്യമായി പറഞ്ഞിരിക്കുന്നു, എം.വി. ഗോവിന്ദൻ്റെ രണ്ടാമക്കളും ഈ മാഫിയ സംഘങ്ങളുമായി ഉന്നത തലത്തിൽ ബന്ധപ്പെട്ടവരാണ്. അവർക്ക് ഈ പെട്രോൾ കുംഭകോണവുമായി, അതായത് പമ്പ് അനുവദിക്കലുമായി ബന്ധപ്പെട്ട് ഇല്ലീഗലായി നടക്കുന്ന എല്ലാ ബിസിനസ്സുകളിലും അവർക്ക് കൃത്യമായിട്ടുള്ള ഇൻവോൾവ്മെൻ്റ് ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മാത്രമല്ല, എം.വി. ഗോവിന്ദൻ്റെ ഭാര്യ പി.കെ. ശ്യാമള കൃത്യമായും പി.പി. ദിവ്യയ്ക്ക് വേണ്ടി വലിയ തോതിൽ വാദിച്ചവരാണ്. അവർ പറയുന്നത്, എന്തിനാണ് ദിവ്യയെ ഇങ്ങനെ ക്രൂശിക്കുന്നത്, ഉപദ്രവിക്കുന്നത്, മാധ്യമങ്ങൾ വേട്ടയാടുന്നത് എന്ന് തുടങ്ങി കൃത്യമായും പി.പി. ദിവ്യയെ സ്വീകരിക്കാൻ വരെ അവർ വന്നിരുന്നു. മഞ്ജുഷയുടെ കുടുംബത്തിൻ്റെ ദുഃഖത്തോടൊപ്പമാണ് എന്ന് പി.കെ. ശ്യാമളയും എം.വി. ഗോവിന്ദനും പറയുകയും അതേസമയം പി.പി. ദിവ്യയ്ക്ക് വേണ്ടി ഏതറ്റം വരെയും പോകാൻ പോരാട്ടത്തിന് ഇറങ്ങുകയും ചെയ്തതാണ് ഇപ്പോൾ കണ്ട ഏറ്റവും വലിയ വൈരുദ്ധ്യം അഥവാ വിരോധാഭാസം എന്ന് പറയുന്നത്. പെട്രോൾ പമ്പ് ഉടമ ടി.വി. പ്രശാന്ത് ചട്ടങ്ങൾ മാറ്റിമറിച്ചുകൊണ്ടാണ് അത് നേടിയെടുക്കാൻ ശ്രമിച്ചത് എന്ന് തുടക്കം മുതൽ തന്നെ വ്യക്തമായിരുന്നു. നവീൻ ബാബു അവിടെ പാറക്വാറികളുമായി ഉടക്കുണ്ടാക്കിയതുമായി ബന്ധപ്പെട്ട സർവത്ര രേഖകളും ലാൻഡ് റവന്യൂ ജോയിൻറ്റ് കമ്മീഷണറായ എ. ഗീത IAS കൃത്യമായി അന്വേഷിച്ചു വരികയാണ്. അതിനകത്ത് ഒരു കാര്യം മാത്രമാണ് വ്യക്തത വരാത്തത്, അതായത് ഒക്ടോബർ 14-ാം തീയതി വൈകുന്നേരം എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം മാത്രം. ബാക്കി നവീൻ ബാബുവിനെ കൊടുക്കാനും നവീൻ ബാബുവിനെ മോശക്കാരനായി ഫ്രെയിം ചെയ്യാനും കളക്ടർ ഉൾപ്പെടെ നിരവധി പേർ പലതവണ ശ്രമം നടത്തിയതിൻ്റെ തെളിവുൾപ്പെടെ എ. ഗീത ശേഖരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതായത് നവീൻ ബാബുവിനെ എപ്പോൾ വേണമെങ്കിലും ടാർഗറ്റ് ചെയ്യാവുന്ന ലക്ഷ്യം, അത്രയധികം ഒടുങ്ങാത്ത പക കളക്ടർക്കും ഈ മാഫിയ സംഘങ്ങൾക്കും ഒരുപോലെ ഉണ്ടായിരുന്നു എന്ന് ശക്തിധരൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു വയ്ക്കുമ്പോൾ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്കോ ബന്ധപ്പെട്ട പോലീസ് അധികാരികളോ ശ്രമിക്കാത്തത് നിഷ്ക്രിയത്വത്തിൻ്റെ ഏറ്റവും മൂർധന്യഭാവമാണെന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ മഞ്ജുഷ പറഞ്ഞിരുന്നു. ഹൈക്കോടതിയിൽ അതുകൊണ്ട് തന്നെയാണ് റാൽഫ് വക്കീൽ, അതായത് അഡ്വക്കേറ്റ് ജോൺ റാൽഫ് കൊടുത്തിരിക്കുന്ന അപ്പീൽ ഹർജിയിൽ അതിനകത്ത് കൃത്യമായി പറഞ്ഞിരിക്കുന്നത്, പി.പി. ദിവ്യയെ രക്ഷിക്കാൻ വലിയ രീതിയിലുള്ള ശ്രമം അന്വേഷണ ഉദ്യോഗസ്ഥർ നടത്തിയിരുന്നു. അവർക്കെതിരെയുള്ള തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിയത്. മാത്രമല്ല, പരിയാരം മെഡിക്കൽ കോളേജ് കൃത്രിമം നടന്നു എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. സെല്ലുലാർ ലിഫ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട കാര്യം നടത്താതെ നവീൻ ബാബുവിൻ്റെ കുടുംബത്തെ കബളിപ്പിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം ആത്മഹത്യ ചെയ്തതാണോ കൊല്ലപ്പെട്ടതാണോ എന്ന് സ്ഥിരീകരിക്കുന്ന ഒരു സാങ്കേതിക ശാസ്ത്ര പരിശോധനയാണ് സെല്ലുലാർ ലിഫ്റ്റിംഗ്. അത് ഒരു രീതിയിലും നടത്താതെ കളക്ടർ അരുൺ കെ വിജയൻ നവീൻ ബാബുവിൻ്റെ സഹോദരനെ പറഞ്ഞു പറ്റിക്കുകയാണ് ചെയ്തത് എന്ന് വ്യക്തമാകുന്ന സാഹചര്യമാണ്. എന്നിട്ടും അരുൺ കെ വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല? അരുൺ കെ വിജയനെതിരെയുള്ള നിയമ നടപടികൾ സ്വീകരിക്കുന്നില്ല? അയാൾ എന്തുകൊണ്ട് ഇപ്പോഴും ജില്ലാ കളക്ടറായി തൽസ്ഥാനത്ത് തുടരുന്നു? ചോദ്യങ്ങൾക്ക് മറുപടി തന്നേ തീരൂ എന്നുള്ളതാണ് അഡ്വക്കേറ്റ് ജോൺ റാൽഫ് കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്.